Hi everybody, welcome back to our English classes. So in the previous class, we completed words from words to deeds, a speech delivered by Severn Suzuki. And today we have to discuss some questions. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഈസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെവേൺ സുസൂക്കി ഫൈറ്റിംഗ് ഫോർ? വാട്ട് ഈസ് സെവേൺ സുസൂക്കി ഫൈറ്റിംഗ് ഫോർ? ആൻസർ എന്തായിരിക്കും? ഷീ ഈസ് ഫൈറ്റിംഗ് ഫോർ ഹർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഷീ ഈസ് ഫൈറ്റിംഗ് ഫോർ ഹർ ഫ്യൂച്ചർ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സെവേൺ സുസൂക്കി പ്രൂവ് ദാറ്റ് ലൂസിങ് വൺസ് ഫ്യൂച്ചർ ഈസ് ടു ബി വ്യൂഡ് സീരിയസ്ലി? ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. ഹൗ ഡസ് സെവേൺ സുസൂക്കി പ്രൂവ് ദാറ്റ് ലൂസിങ് വൺസ് ഫ്യൂച്ചർ, ഒരാളുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തി പോവുക എന്നുള്ളത് വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് എങ്ങനെയാണ് സെവേൺ സുസൂക്കി ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്? ആൻസർ എന്താണ്? അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലൂസിങ് ഫ്യൂച്ചർ ഈസ് നോട്ട് ലൈക്ക് ലൂസിങ് ആൻ ഇലക്ഷൻ ഓർ എ ഫ്യൂ പോയിൻറ്റ്സ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ഇലക്ഷനിൽ നമുക്ക് കുറച്ച് നഷ്ടം സംഭവിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഇലക്ഷനിൽ നമ്മൾ തോറ്റു പോകുന്ന പോലെയോ, അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പോയിൻറ്റ്സിൻ്റെ കുറവ് വരുന്ന പോലെയോ ഒന്നും അല്ല. ലൈഫാണ്, അല്ലേ? യെസ്. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ ഡസ് ഷീ സ്പീക്ക് ഫോർ? ആർക്ക് വേണ്ടിയിട്ടാണ് അവൾ സംസാരിക്കുന്നത്? ഹു ഡസ് ഷീ സ്പീക്ക് ഫോർ? ഷീ സ്പീക്ക് ഫോർ ഓൾ ജനറേഷൻസ് ടു കം. എല്ലാ ജനറേഷൻസിനും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ ജനറേഷൻസും ഇത് കേൾക്കും വേണം, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? ഷീ സ്പീക്സ് ഫോർ ഓൾ ജനറേഷൻസ് ടു കം. ഷീ സ്പീക്സ് ഫോർ സ്റ്റാർവിംഗ് ചിൽഡ്രൻ ഓഫ് ദ വേൾഡ് ആൻഡ് ദ ഫേഡിങ് സ്പീഷീസ് ഓഫ് ആനിമൽസ്. അതിൽ തന്നെ അവൾ ഉദ്ദേശിക്കുന്നത്, പ്രധാനമായിട്ട് അവൾ പറയുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷീ സ്പീക്സ് ഫോർ സ്റ്റാർവിംഗ് ചിൽഡ്രൻ. ആദ്യം എല്ലാ ജനറേഷൻസും എന്നുള്ളൊരു കാര്യം പറയുക. അതിനുശേഷം ഷീ സ്പീക്സ് ഫോർ സ്റ്റാർവിംഗ് ചിൽഡ്രൻ, പട്ടിണി കിടക്കുന്ന കുട്ടികളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഓഫ് ദ വേൾഡ്, ലോകത്തിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഫെയ്ഡിങ് സ്പീഷീസ് ഓഫ് ആനിമൽസ്, ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആനിമൽസ്, അവർക്ക് വേണ്ടിയും അവൾ സംസാരിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഹൂ ഡസ് ഷീ സ്പീക്സ് ഫോർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, ഷീ സ്പീക്സ് ഫോർ ഓൾ ജനറേഷൻസ് ടു കം. ഷീ സ്പീക്സ് ഫോർ സ്റ്റാർവിംഗ് ചിൽഡ്രൻ ഓഫ് ദ വേൾഡ് ആൻഡ് ഫെയ്ഡിങ് സ്പീഷീസ് ഓഫ് ആനിമൽസ്. ജസ്റ്റ് അത് സംഭവം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, മെൻഷൻ സം ടെക്നിക്സ് ദ സ്പീക്കർ ഹാസ് യൂസ്ഡ് ടു മേക്ക് ഹർ സ്പീച്ച് എഫക്റ്റീവ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്പീച്ചിൽ ഉപയോഗിച്ച ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നാണ്. ഈ ഒരു സ്പീച്ച് കൂടുതൽ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്, കൂടുതൽ മനോഹരമാവാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ കാച്ചീവ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ടെക്നിക്കുകൾ വല്ലതും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓഫ് കോഴ്സ് വി ക്യാൻ സി ദാറ്റ് ഷീ ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഈ ഒരു സ്പീച്ചിൽ. അവൾ പ്രസംഗത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചിരുത്താനും അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ വരുത്താനും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിൻ്റെ ആൻസറായിട്ട് നമ്മുടെ സ്പീച്ചിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പറയുക. ഇവിടെയും ഒരുപാട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ലേ? അപ്പോൾ റെഡിയാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ വരരുത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ അത് ഇതിലൊരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഷീ റിപ്പീറ്റ്സ് ദ വേർഡ്സ് ഐ ആം ഓൺലി എ ചൈൽഡ് ഐറോണിക്കലി. ഐ ആം ഓൺലി എ ചൈൽഡ് എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം അവൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു ഡബിൾ മീനിങ് ഉണ്ട്. ഐറോണിക്കൽ എന്ന് പറഞ്ഞെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണുന്നതിന് പുറമെ വേറെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് മീനിങ് ഉള്ളതിനെയാണ് നമ്മൾ ഐറോണിക്കൽ എന്ന് പറയുക. സോ ഷീ റിപ്പീറ്റ്സ് ദ വേർഡ്സ് ഐ ആം ഓൺലി എ ചൈൽഡ് ഐറോണിക്കലി. ആൻഡ് ഈച്ച് വേർഡ്സ് ആർ തോട്ട്ഫുൾ. അതും മറക്കാൻ പാടില്ല. ഓരോ വേർഡ്സും, അവൾ പറയുന്ന ഓരോ വേർഡ്സും എന്താണ്? തോട്ട്ഫുള്ളാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ആർ ചിൽഡ്രൻ അഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ ഓർ ബ്രീത്ത് ദ എയർ? എന്തുകൊണ്ടാണ് കുട്ടികൾ പുറത്ത് പോകാൻ, സൂര്യവെളിച്ചത്തിൽ പുറത്ത് പോകാൻ പേടിക്കുന്നത്?
അതുപോലെ തന്നെ ബ്രീത്ത് ദ എയർ ശ്വസിക്കാൻ പേടിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? സോ ദ ആൻസർ ഈസ് ദ അഫ്രൈഡ് ടു ഗോ ഔട്ട് ബിക്കോസ് ഓഫ് ദി ഹോൾസ് ഇൻ ഓസോണിലുള്ള ഹോൾസ്, ഓസോൺ പാളി അറിയാമല്ലോ, അപ്പം അതിൽ വന്ന സുഷിരം അത് കാരണമാണ് പേടിക്കുന്നത്. ആൻഡ് അഫ്രൈഡ് ടു ബ്രീത്ത് ദ എയർ ശ്വസിക്കാൻ പേടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓഫ് ദ കെമിക്കൽസ് ആർ ഇൻ ഇറ്റ്, കെമിക്കൽസ് അതിലുപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എയറിലുള്ള കെമിക്കൽസാണ്. ഓക്കെ, കെമിക്കൽസ് ഇൻ എയർ. നമുക്കറിയാം ഒരുപാട് ഫാക്ടറീസ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അല്ലെങ്കിൽ മോഡേൺ വേൾഡിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫാക്ടറീസ് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള പുക, പിന്നെ വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഓക്കെ, ഇതൊക്കെ എന്താണ് അന്തരീക്ഷത്തിനെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു കെമിക്കൽ കാരണം ഇതൊക്കെ നമ്മൾ ഏറെക്കുറെയൊക്കെ സേഫാണ് നമ്മുടെ കേരളമൊക്കെ. പക്ഷേ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, സഫോക്കേഷൻ ഫീൽ ചെയ്യും. അവിടുത്തെ ആ ഒരു എയർ നമുക്ക് പറ്റില്ല, ദഹിക്കില്ല, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്താണെങ്കിലും ഇതാണ് ആൻസർ. ഇനി 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു ദ ഫിഷ് ഇൻ ദ സീ? കടലിലുള്ള മീനുകൾക്കൊക്കെ എന്താ സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു ദ ഫിഷ് ഇൻ ദ സീ? എന്താണ് സംഭവിച്ചത്? ദ ഫിഷ് ഇൻ ദ വാട്ടർ വർ ഫുൾ ഓഫ് ക്യാൻസേഴ്സ്. അവർക്കൊക്കെ ക്യാൻസർ വന്നു. ദ ഫിഷ് ഇൻ ദ വാട്ടർ വർ ഫുൾ ഓഫ് ക്യാൻസേഴ്സ്. അതുകൊണ്ടാണ് ആ മീൻ പിടിക്കാൻ പോകുന്നത് നിർത്തിയത്. യെസ്, മീനുകൾക്ക് ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ടർ ഈസ് പൊല്യൂട്ടഡ്, റൈറ്റ്? വെള്ളം പൊല്യൂട്ട് ചെയ്യപ്പെടുന്നു, മലിനമാക്കപ്പെടുന്നു. ഓക്കെ. ആൻഡ് 7th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് ഷീ സ്പീക്സ് അബൌട്ട്? അവൾ സംസാരിക്കുന്ന ചെറിയ കാര്യങ്ങൾ എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് ഷീ സ്പീക്സ് അബൌട്ട്? അവൾ സംസാരിക്കുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ആനിമൽസ്, ജംഗിൾസ് ആൻഡ് റെയിൻ ഫോറസ്റ്റ് ഫുൾ ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ആ ഒരു കാര്യമാണ് അവൾ സംസാരിക്കുന്നത്, അല്ലേ? യെസ്. ദെൻ 8th ക്വസ്റ്റ്യൻ, വൈ ഡസ് സെവൻ സുസുക്കി റിമൈൻഡ് ദ ഗാദറിംഗ് ദാറ്റ് ദേ ആർ സംബഡീസ് ചൈൽഡ്? ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അവൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മളൊക്കെ ആരുടെയൊക്കെയോ മക്കളാണ് എന്നുള്ളത്. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഷി വാണ്ട് ടു റിമൈൻഡ് അസ് ദാറ്റ്, അവൾ നമ്മളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്ത്? ഷി വാണ്ട് ടു റിമൈൻഡ് അസ് ദാറ്റ് വി ഹാവ് എ ഗ്രേറ്റ് ഫാമിലി, നമുക്കൊരു വലിയൊരു ഫാമിലി ഉണ്ട്. ആൻഡ് വി ആർ കണക്റ്റഡ് ഈച്ച് അതർ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, കണക്റ്റഡ് ആണ്. ഇറ്റ് ആൾസോ ടെൽസ് ദാറ്റ് ഇറ്റ് ആൾസോ ടെൽസ് അബൌട്ട് അവർ ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ അവർ ആൻസസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആൻസസ്റ്റേഴ്സ്, ഓക്കെ, ഇതിന് മുമ്പേ നമ്മളുടെ ഉണ്ടായിരുന്ന ആളുകൾ, അല്ലേ? അതാണ് ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ. ഇതിനൊക്കെയാണ് അവൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. നമുക്ക് മുമ്പേ ഇവിടെ ജീവിച്ചവരുണ്ട്, നമ്മളുടെ ആൻസസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ഓൾഡ് ജനറേഷൻ ഉണ്ട്, അവരെ ഓർക്കണം എന്നുള്ള രീതിയിലാണ് അവൾ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കണം എന്ത്? നമ്മൾ ആരുടെയൊക്കെയോ മക്കളാണ്. അതായത് നമുക്ക് അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷനാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ നമ്മൾ ശരിക്കും നമ്മളുടെയും നമ്മുടെ ഫാമിലിയുടെയും നിലനിൽപ്പിനെ തന്നെ അത് നെഗറ്റീവായിട്ട് കൊണ്ട് ചെല്ലുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് പാടില്ല എന്നാണ് ഇവൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി 9th ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി മേക്ക് അവർ എർത്ത് എ വണ്ടർഫുൾ പ്ലേസ്? എങ്ങനെ നമുക്ക് നമ്മുടെ ഭൂമി ഒരു വണ്ടർഫുൾ പ്ലേസ് ആക്കി നമുക്ക് മാറ്റാം? അതിൻ്റെ ആൻസർ എന്താണ്? സ്പെൻഡ് ഓൾ ദ മണി ഫോർ എൻഡിങ് പോവേർട്ടി ആൻഡ് ഫൈൻഡിങ് എൻവിറോൺമെൻറ്റൽ സൊല്യൂഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ഇറ്റ് ഫോർ വാർസ്. ക്യാഷ് എമൗണ്ട്, പൈസ, അത് യുദ്ധങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് പകരം എന്തിനു വേണ്ടി ഉപയോഗിക്കുക? എൻഡിങ് പോവേർട്ടി, ദാരിദ്ര്യം നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഫൈൻഡ് എൻവിറോൺമെൻറ്റൽ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതുപോലെ എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഭൂമി ഒരു വണ്ടർഫുൾ പ്ലേസ് ആവും എന്നാണ് സെവൻ സുസൂക്കിയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, ദ സ്പീച്ച് വാസ് മെയ്ഡ് സെവറൽ ഇയേഴ്സ് എഗോ. ഈ ഒരു സ്പീച്ച് കുറേ വർഷം മുമ്പ് നടന്നതാണ്. ഹാവ് വി ബീൻ ഏബിൾ ടു മേക്ക് എ ചേഞ്ച്? നമുക്കിപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇഫ് സോ ഹൗ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ? ഇഫ് നോട്ട്, ഞാൻ അങ്ങനെ അല്ല എങ്കിൽ വൈ, എന്തുകൊണ്ട്? നമുക്കറിയാം ഇതിൽ രണ്ടാമത്തെ കാര്യം, അല്ലേ? ഇഫ് നോട്ട് വൈ, അതാണ് നമ്മൾ എഴുതുകയുള്ളൂ. അതുതന്നെയാണ് സത്യവും.
യെസ് നോ ദർ ഈസ് സ്റ്റിൽ നോ ചേഞ്ച്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. യെസ്, ദ റീസൺ ഈസ്, അതിൻ്റെ കാരണം എന്തായിരിക്കാം? ദ റീസൺ ഈസ് മാൻ ഈസ് സ്റ്റിൽ നോട്ട് റിയലൈസ്ഡ് അബൌട്ട് ദ ആബ്സെൻസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് നേച്ചർ. മനുഷ്യൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. എന്താ മനസ്സിലാക്കിയിട്ടില്ലാത്തത്? ദ റീസൺ ഈസ് മാൻ ഈസ് സ്റ്റിൽ നോട്ട് മച്ച് റിയലൈസ്ഡ്, അധികം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ത്? അബൌട്ട് ദ ആബ്സെൻസ് ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. പ്രകൃതിയുടെ ആബ്സെൻസും അങ്ങനെ പ്രകൃതി അങ്ങോട്ട് മാഞ്ഞുപോയാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെയും കുറിച്ച് മനുഷ്യൻ ഇന്നേ വരെ റിയലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം. ഓർ ഹി ഈസ് റണ്ണിങ് ഫോർ പ്രോഫിറ്റ്. അതല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ അവൻ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റിന് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോട്ട് റെഡി ടു ലിസൺ നേച്ചർ. പ്രകൃതിയെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. സോ ദിസ് ഈസ് ദി ആൻസർ ഓഫ് 10th ക്വസ്റ്റ്യൻ. സോ മൊത്തം നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ടൈം ടു വൈൻഡ് അപ്പ് ദി സെഷൻ. ബൈ ഓൾ. Hello, I'm Severin Suzuki, speaking for ECHO, the Environmental Children's Organization. We're a group of 12 and 13-year-olds trying to make a difference. Vanessa Seti, Morgan Geisler, Michelle Quigg, and me. We've raised all the money to come here ourselves, to come 5,000 miles to tell you adults you must change your ways. I am afraid to go out in the sun now because of the holes in our ozone. I'm afraid to breathe the air because I don't know what chemicals are in it. I used to go fishing in Vancouver, my home, with my dad, until just a few years ago we found the fish full of cancers. And now we hear of animals and plants going extinct, every day vanishing forever. In my life, I have dreamt of seeing the great herds of wild animals, jungles and rainforests full of birds and butterflies, but now I wonder if they will even exist for my children to see. Did you have to worry of these things when you were my age? All this is happening before our eyes, and yet we act as if we have all the time we want and all the solutions. I'm only a child and I don't have all the solutions. But I want you to realize, neither do you. You don't know how to fix the holes in our ozone layer. You don't know how to bring the salmon back up in a dead stream. You don't know how to bring back an animal now extinct. And you can't bring back the forest that once grew where there is now a desert. If you don't know how to fix it, please stop breaking it. Here, you may be delegates of your government, business people, organizers, reporters, or politicians, but really, your mothers and fathers, sisters and brothers, aunts and uncles, and all of you are someone's child. I'm only a child, yet I know we are all part of a family, 5 billion strong, in fact, 30 million species strong. And borders and governments will never change that. I'm only a child, yet I know we are all in this together and should act as one single world towards one single goal. In my anger, I am not blind, and in my fear, I am not afraid of telling the world how I feel. In my country, we make so much waste. We buy and throw away, buy and throw away, buy and throw away, and yet northern countries will not share with the needy. Even when we have more than enough, we are afraid to share. We are afraid to let go of some of our wealth. In Canada, we live the privileged life with plenty of food,
water, and shelter. We have watches, bicycles, computers, and television sets. The list could go on for 2 days. 2 days ago here in Brazil, we were shocked when we spent time with some children living on the streets. This is what one child told us. "I wish I was rich. And if I were, I would give all the street children food, clothes, medicines, shelter, and love and affection. If a child on the streets who has nothing is willing to share, why are we who have everything still so greedy?" I can't stop thinking that these are children my own age, that it makes a tremendous difference where you are born, that I could be one of those children living in the favelas of Rio. I could be a child starving in Somalia, or a victim of war in the Middle East, or a beggar in India. I am only a child, yet I know if all the money spent on war was spent on finding environmental answers, ending poverty, and finding treaties, what a wonderful place this earth would be. At school, even in kindergarten, you teach us how to behave in the world. You teach us not to fight with others, to work things out, to respect others, to clean up our mess, not to hurt other creatures, to share, not be greedy. Then why do you go out and do the things you tell us not to do? Do not forget why you are attending these conferences, who you're doing this for. We are your own children. You are deciding what kind of a world we are growing up in. Parents should be able to comfort their children by saying, everything's going to be all right. It's not the end of the world, and we're doing the best we can. But I don't think you can say that to us anymore. Are we even on your list of priorities? My dad always says, you are what you do, not what you say. Well, what you do makes me cry at night. You grown-ups say you love us, but I challenge you, please, make your actions reflect your words. Thank you.